ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് GK. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയുടെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയുമാണ്. ഒന്നാമത്തെ ചോദ്യം, അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റേതായി മാറിയതുപോലെ. ഈ വാക്യം യാത്രയെക്കുറിച്ച് നൽകുന്ന തിരിച്ചറിവ് എന്താണ്? കാടുകളുടെ താളം തേടി എന്ന പാഠഭാഗത്തിലെ വാക്യമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ഈ വാക്യം യാത്രയെക്കുറിച്ച് നൽകുന്ന തിരിച്ചറിവ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ ബി, യാത്രയിൽ നിന്ന് അറിവും അനുഭവവും നേടുന്നു. യാത്രയിൽ നിന്ന് അറിവും അനുഭവവും നേടുന്നു. 2, ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു. അടിവരയിട്ട പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏതാണ്? പ്രകൃതി ഭംഗി എന്ന വാക്കിൻ്റെ അടിയിലാണ് അടിവരയിട്ടിരിക്കുന്നത്. അതിൻ്റെ വിഗ്രഹാർത്ഥം എന്താണ്? പ്രകൃതിയുടെ ഭംഗി. ഓപ്ഷൻ ഡി, പ്രകൃതിയുടെ ഭംഗി. 3ാമത്തെ ചോദ്യം, വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും. വരികളിലെ സ്മാരകമായി എന്ന പ്രയോഗത്തിൻ്റെ ആശയത്തിന് യോജിച്ച വാക്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. പുതിയ പിറവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ. ഓപ്ഷൻ എ, പുതിയ പിറവിയെക്കുറിച്ചുള്ള പ്രതീക്ഷ. 4, കാര്യകാരണ ബന്ധം വിശകലനം ചെയ്ത് ശരിയുത്തരം കണ്ടെത്തുക. കാര്യം, ഗ്രാമീണ പുനരുദ്ധാരണത്തിൻ്റെ കേന്ദ്രമാണ് ശ്രീനികേതനം. കാരണം, ചിത്രപ്രദർശനമാണ് അവിടെ പ്രധാനമായും നടക്കുന്നത്. ഏതാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്? കാര്യം ശരി, കാരണം തെറ്റ്. ഓപ്ഷൻ സി, കാര്യം ശരി, കാരണം തെറ്റ്. 5ാമത്തെ ചോദ്യം, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു. അപ്പൂപ്പൻ താടിയുടെ പറക്കലിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്? എന്തൊക്കെ സവിശേഷതകളാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്? സ്വന്തമായി ഒരിടമോ അവകാശങ്ങളോ ഇല്ലാത്ത തികച്ചും സ്വതന്ത്രമായ ഒന്നാണ് അപ്പൂപ്പൻ താടി. ആകാശത്തിൽ സ്വന്തമായി ഒരിടമില്ലെങ്കിൽ പോലും അത് യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ സ്വതന്ത്രമായി പറക്കുന്നു. ഒരു പരിമിതികളും തളർത്താത്ത പൂർണ്ണമായ സ്വാതന്ത്ര്യവും അതിരുകളില്ലാത്ത യാത്രയുമാണ് ഈ വരികൾ അപ്പൂപ്പൻ താടിയുടെ പറക്കലിന് നൽകുന്ന സവിശേഷതകൾ. അടുത്തത് 6ാമത്തെ ചോദ്യം, അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കുക. എത്രയോ മണിക്കൂറുകൾക്ക് മുൻപ് വിമാനത്തിൽ നിന്നും കിട്ടിയ ഇത്തിരി പച്ചവെള്ളം മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. എങ്ങനെയാണ് ലഘുവാക്യങ്ങളാക്കുക? എത്രയോ മണിക്കൂറുകൾ ഞാൻ വിമാനത്തിലായിരുന്നു. വിമാനത്തിൽ നിന്ന് ഇത്തിരി പച്ചവെള്ളം കിട്ടി. അതുമാത്രമായിരുന്നു എൻ്റെ അന്നത്തെ അതുവരെയുള്ള ആഹാരം. അടുത്തത് 7ാമത്തെ ചോദ്യം. 2 ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം നമുക്ക് എ നോക്കാം. യാത്രികൻ അനന്തമായ മണൽപ്പരപ്പിൽ ഉന്മാദിയെപ്പോലെ നടക്കുന്നതിനിടയിലായിരിക്കും പെട്ടെന്ന് ഇരുട്ടിൻ്റെ പരശതം കമ്പളങ്ങൾ പുതച്ച് സൂര്യൻ പിൻവാങ്ങുക. അങ്ങനെ സംഭവിച്ചാൽ കൊടുങ്കാട്ടിൽ നട്ടപ്പാതിരയ്ക്ക് കുടുങ്ങിയതുപോലെ ആകരുത്. മരുഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ യാത്രികനെ സ്വാധീനിക്കുന്നതെങ്ങനെ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. എങ്ങനെയൊക്കെ ആയിരിക്കാം മരുഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ യാത്രികനെ സ്വാധീനിക്കുക? പ്രകൃതിയുടെ ഏതവസ്ഥയും യാത്രക്കാരെ സ്വാധീനിക്കും. മരുഭൂമിയിൽ പകൽ സമയത്ത് കടുത്ത ചൂടും രാത്രിയിൽ കനത്ത ഇരുട്ടും അനുഭവപ്പെടുന്നു. സൂര്യൻ പെട്ടെന്ന് അസ്തമിക്കുമ്പോൾ ചുറ്റും കനത്ത ഇരുട്ട് പരക്കുകയും യാത്രികന് വഴി തിരിച്ചറിയാൻ കഴിയാതാവുകയും ചെയ്യുന്നു. അതോടെ അയാൾ ഭയവും ഏകാന്തതയും നിസ്സഹായതയും അനുഭവിക്കുന്നു. മരുഭൂമിയിലെ പെട്ടെന്നുള്ള പ്രകൃതി മാറ്റങ്ങൾ യാത്രികനെ ശാരീരികമായും മാനസികമായും പൂർണ്ണമായി തളർത്തുകയും ആത്മവിശ്വാസത്തെ തകർക്കുകയും യാത്രയെ കൂടുതൽ ദുഷ്കരവും അപകടകരവുമാക്കുകയും ചെയ്യുന്നു. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. എന്നിട്ടും അത് പറക്കുന്നു. കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥസാധ്യതകൾ എന്തെല്ലാമാണ്? കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗം അപ്പൂപ്പൻ താടിയുടെ കരുതലും സ്നേഹവും ഉത്തരവാദിത്വ ബോധവും വ്യക്തമാക്കുന്നതാണ്.
അമ്മ കുഞ്ഞിനെ സുരക്ഷിതമായി സംരക്ഷിക്കുന്നത് പോലെ അപ്പൂപ്പൻ താടിയും വിത്തിനെ സുരക്ഷിതമായി വഹിച്ച് പുതിയ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. അതിലൂടെ പുതിയ ജീവൻ്റെ തുടർച്ച ഉറപ്പാക്കുകയും പ്രത്യാശയുടെ സന്ദേശം പകരുകയും ചെയ്യുന്നു. അടുത്തത് 8ാമത്തെ ചോദ്യം. ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. അറിവിൻ്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു. ഹിമാലയ യാത്രാനുഭവങ്ങളെക്കുറിച്ചുള്ള ഈ നിരീക്ഷണങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം നോക്കാം. ഹിമാലയ യാത്ര എഴുത്തുകാരന് പുതിയ അറിവുകളും അനുഭവങ്ങളും സമ്മാനിച്ച ഒരു മറക്കാനാവാത്ത യാത്രയാണ്. പ്രകൃതിയുടെ വൈവിധ്യവും സംസ്കാരത്തിൻ്റെ സമ്പന്നതയും അദ്ദേഹം അടുത്തറിഞ്ഞു. ഈ യാത്ര തൻ്റെ അറിവിൻ്റെയും അനുഭൂതിയുടെയും പുതിയ തുടക്കമാണെന്ന് എഴുത്തുകാരൻ കരുതുന്നു. യാത്രയിലൂടെ ലഭിച്ച അനുഭവങ്ങൾ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കുകയും പുതിയ കാഴ്ചപ്പാടുകൾ നൽകുകയും ചെയ്തു. അതിനാൽ ഈ യാത്ര അറിവും അനുഭൂതിയും നിരന്തരം വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമായി മാറുന്നു. ഓരോ യാത്രയും പുതിയ അറിവുകളിലേക്കും അനുഭവങ്ങളിലേക്കുമുള്ള തുടക്കമാണ്. യാത്രകൾ മനുഷ്യനിൽ പ്രകൃതിയോടും സഹജീവികളോടുമുള്ള അറിവും അനുകമ്പയും വർദ്ധിപ്പിക്കുന്നു. 9ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ആകാശത്ത് നിന്ന് ഒരു പക്ഷി താണു പറന്നു വന്നു. പുഴക്കരയിലെ ഒരു ചാഞ്ഞ കൊമ്പിൽ വന്നിരുന്നു. ആകാശത്തേക്ക് നോക്കി ഇത്തിരി നേരം പ്രാർത്ഥിച്ചു. പിന്നെ പുഴയുടെ തീരെ ആഴമില്ലാത്ത കരയോട് ചേർന്ന് നിൽക്കുന്ന വെള്ളത്തിൽ നിന്നും ദാഹം തീർക്കാൻ ആവശ്യമായ വെള്ളം കുടിച്ചു. സന്തോഷത്തിൻ്റെ ചിറകുകളുമായി ദൂരേക്ക് പറന്നു. പിന്നെ ആർത്തി പിടിച്ച കണ്ണുകളോടെ ഒരാൾ പുഴയിലേക്കിറങ്ങി. വെള്ളത്തിൽ വിഷം കലക്കി മത്സ്യങ്ങളെ അത്രയും കൊണ്ടുവന്ന വലയ്ക്കുള്ളിലാക്കി. മണലൂറ്റിയെടുത്ത് ലോറിയിലാക്കി. പുഴയുടെ നെടുവീർപ്പ് ദൂരെ പറന്നുപോയ പക്ഷി മാത്രം കേട്ടു. പുഴ കണ്ണടച്ച് മരിച്ചു കിടന്നു. മണൽത്തിട്ടയിലെ ഒരു മുൾച്ചെടിക്കരികെ അവൻ വീണ്ടും വന്നു. അവൻ വിയർത്തൊട്ടിയ ഷർട്ടിനുള്ളിലൂടെ ഊതിക്കൊണ്ട് പറഞ്ഞു, ഹോ, എന്തൊരു ചൂട്! പറഞ്ഞു തീരും മുൻപ് സൂര്യൻ്റെ ചുട്ടുപൊള്ളുന്ന ഒരു ശാപരശ്മി വന്ന് അവനെ തൊട്ടു. എല്ലാം കണ്ടുകൊണ്ട് ആകാശത്ത് ആ പഴയ പക്ഷി വീണ്ടും വട്ടമിട്ടു. പിന്നെ ഒരു ചില്ലയിലിരുന്ന് മരിച്ച പുഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചോദ്യങ്ങൾ നോക്കാം. പുഴയിലിറങ്ങിയ മനുഷ്യൻ ചെയ്തത് എന്തൊക്കെയാണ് ചെയ്തത്? വെള്ളത്തിൽ വിഷം കലക്കി മത്സ്യങ്ങളെ അത്രയും കൊണ്ടുവന്ന വലയ്ക്കുള്ളിലാക്കി. മണലൂറ്റിയെടുത്ത് ലോറിയിലാക്കി. അങ്ങനെ അയാൾ പുഴയുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചു. അതൊക്കെയാണ് പുഴയിലിറങ്ങിയ മനുഷ്യൻ ചെയ്തത്, അല്ലേ? 2ാമത്തെ ചോദ്യം. സൂര്യൻ്റെ ചുട്ടുപൊള്ളുന്ന ഒരു ശാപരശ്മി എന്ന പ്രയോഗം നൽകുന്ന അർത്ഥസൂചനകൾ എന്തൊക്കെയാണ്? സൂര്യതാപമേറ്റു അല്ലെങ്കിൽ സൂര്യാഘാതമേറ്റു എന്നൊക്കെയാണ്, അല്ലേ? സൂര്യൻ്റെ ചുട്ടുപൊള്ളുന്ന ഒരു ശാപരശ്മി സൂര്യതാപം അല്ലെങ്കിൽ സൂര്യാഘാതം ആയിരിക്കാം. 3. കഥയ്ക്ക് അനുയോജ്യമായ ഒരു തലക്കെട്ട് നൽകി ഔചിത്യം വ്യക്തമാക്കുക. തലക്കെട്ട് നമുക്ക് എന്തൊക്കെ നൽകാം? ഇതിന് അനുയോജ്യമായ ഏത് തലക്കെട്ട് വേണമെങ്കിലും നൽകാം. പുഴയുടെ മരണം അല്ലെങ്കിൽ മരിക്കുന്ന പുഴ എന്നൊക്കെ നൽകാം. ഔചിത്യം എന്താണ്? പ്രകൃതി മനുഷ്യന് ജീവജലം നൽകി സംരക്ഷിക്കുമ്പോൾ മനുഷ്യൻ സ്വന്തം സ്വാർത്ഥതയ്ക്കായി അതിനെ നശിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ക്രൂരത കാരണം ഒരു പുഴയ്ക്ക് സംഭവിക്കുന്ന ദുരന്തമാണ് കഥയുടെ കാതൽ. അതിനാൽ ഈ തലക്കെട്ട് കഥയ്ക്ക് പൂർണ്ണമായും യോജിച്ചതാണ്. 10ാമത്തെ ചോദ്യം. എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. നമുക്ക് ആദ്യം എ നോക്കാം. ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നു. നെൽപ്പാടങ്ങളുടെ നാട്ടിൽ നിന്നും വരുന്ന കേരളീയരായ നമ്മൾ പോലും ബാലിയിലെ നെൽപ്പാടങ്ങളുടെ സംവിധാന സമ്പ്രദായവും ലാവണ്യവിശേഷവും കാണുമ്പോൾ മതിമറന്നു പോകും. നൽകിയ സൂചനകളും പാഠഭാഗവും വിലയിരുത്തി എസ്.കെ. പൊറ്റക്കാട്ടിൻ്റെ കൃതികളിൽ കേരളത്തിൻ്റെ സവിശേഷതകൾ പ്രതിഫലിക്കുന്നതെങ്ങനെയെന്ന് വിശദമാക്കുക. ഉത്തരം നോക്കാം. ലോക സഞ്ചാരം നടത്തുമ്പോഴും എസ്.കെ. പൊറ്റക്കാട്ടിൻ്റെ ഉള്ളിലെ മലയാളി ഉണർന്നിരിക്കുകയും മാതൃനാടിൻ്റെ പച്ചപ്പും സംസ്കാരവും തൻ്റെ എഴുത്തുകളിൽ നിരന്തരം പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശാന്തിനികേതനം എന്ന കൃതിയിൽ ബംഗാളിലെ ഗ്രാമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയാണ്. പച്ചപ്പ് നിറഞ്ഞ കേരളീയ ഗ്രാമങ്ങളുടെ ദൃശ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. ബാലി ദ്വീപ് എന്ന യാത്രാ വിവരണത്തിൽ ബാലിയുടെ
നെൽപ്പാടങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്ന കേരളീയർക്ക് കാർഷിക സംസ്കാരം പരിചിതമാണെങ്കിലും ബാലിയിലെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ അവരെ പോലും അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്യനാട്ടിലെ ഭംഗി ആസ്വദിക്കുമ്പോഴും അതിൽ സ്വന്തം നാടിൻ്റെ നിഴൽ തിരയാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ്. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അറിവില്ലായ്മയുടെ ഭാരക്കുറവ് എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക. അറിവില്ലായ്മയുടെ ഭാരക്കുറവ് എന്ന വരിയിലൂടെ കവി അജ്ഞതയെ ഒരു അനുഗ്രഹമായി അവതരിപ്പിക്കുന്നു. അപ്പൂപ്പൻ താടിയുടെ നിഷ്കളങ്കതയും സ്വാതന്ത്ര്യവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളോ ലോകത്തിൻ്റെ സങ്കീർണതകളോ അതിനെ അലട്ടുന്നില്ല. അതുകൊണ്ടാണ് അത് ഭാരമില്ലാതെ സ്വതന്ത്രമായി പറക്കുന്നത്. മനുഷ്യൻ്റെ അറിവും ചിന്തകളും പലപ്പോഴും അവനെ ബന്ധനങ്ങളിലാക്കുമ്പോൾ അപ്പൂപ്പൻ താടിയുടെ നിഷ്കളങ്കത അതിന് സ്വതന്ത്ര സഞ്ചാരം സാധ്യമാക്കുന്നു. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം എന്നാണ് കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൂപ്പൻ താടിയുടെ ഈ പരിശ്രമം നമുക്ക് നൽകുന്ന ജീവിത പാഠം എന്താണെന്ന് വിശദമാക്കുക. എന്താണ്? അപ്പൂപ്പൻ താടിയുടെ പരിശ്രമം ചെറുതാണെങ്കിലും അതിന് വലിയ ലക്ഷ്യമുണ്ട്. വിത്തിനെ സുരക്ഷിതമായി പുതിയ ഇടങ്ങളിലെത്തിച്ച് പുതിയ ജീവന് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ ദൗത്യം. എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അത് ധൈര്യത്തോടെ തൻ്റെ യാത്ര തുടരുന്നു. വീണു പോകുന്നിടത്ത് പോലും അത് ഇല്ലാതാകുന്നില്ല. എല്ലാവർക്കും തണൽ വിരിക്കുന്ന ഒരു വലിയ മരമായി മാറി പുതിയ ദിശകളിലേക്ക് അപ്പൂപ്പൻ താടി തൻ്റെ യാത്ര തുടരുന്നു. ചെറിയ ശ്രമങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന ജീവിത പാഠമാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കൽ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രതിസന്ധികളെ ഭയക്കാതെ ലക്ഷ്യത്തിലെത്താൻ നിരന്തരം പരിശ്രമിക്കണമെന്നും ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് 12ാമത്തെ ചോദ്യമാണ്. ഇതിനും ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം നമുക്ക് നോക്കാം. യാത്രയിലൂടെ ലഭിക്കുന്ന അറിവുകളും അനുഭവങ്ങളും എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓർമ്മകളാണ്. നിങ്ങൾ നടത്തിയ യാത്രയിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സുഹൃത്തിന് കത്തെഴുതുക. നിങ്ങളുടെ ഒരു യാത്രാനുഭവം സുഹൃത്തിന് കത്തായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കത്തെഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ഥലവും തീയതിയും എഴുതി കൊടുക്കണം. അതിനുശേഷം പ്രിയ സുഹൃത്തിന് അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ പേരെഴുതുക. സുഖമാണെന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ നിന്നും ഞങ്ങൾ നടത്തിയ വയനാട് യാത്രയെക്കുറിച്ച് നിന്നോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു യാത്രയായിരുന്നു അത്. പ്രകൃതി ഭംഗി തുളുമ്പുന്ന വയനാടൻ ചുരങ്ങൾ കയറുമ്പോൾ ഉണ്ടായ അനുഭവം വാക്കുകൾക്ക് അതീതമാണ്. മഞ്ഞുമൂടിയ മലനിരകളും പച്ചപ്പു നിറഞ്ഞ കാടും എന്നെ വിസ്മയിപ്പിച്ചു. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലൂടെയുള്ള യാത്രക്കിടയിൽ ആനക്കൂട്ടങ്ങളെയും മാനുകളെയും നേരിട്ട് കാണാൻ കഴിഞ്ഞത് വലിയൊരു അനുഭവമായിരുന്നു. ബാണാസുര സാഗർ ഡാമിലെ ബോട്ടിങ്ങും എടയ്ക്കൽ ഗുഹയിലെ ചരിത്രപരമായ കാഴ്ചകളും എന്നിൽ പുതിയ അറിവുകൾ നിറച്ചു. കൂട്ടുകാരോടൊപ്പമുള്ള പാട്ടും നൃത്തവും ആ യാത്രയുടെ സന്തോഷം ഇരട്ടിയാക്കി. പുസ്തകങ്ങളിൽ നിന്ന് മാത്രം വായിച്ചറിഞ്ഞ പല കാര്യങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഈ യാത്രയിലൂടെ എനിക്ക് സാധിച്ചു. അടുത്ത തവണ നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോകണം. വീട്ടിലെ എല്ലാവർക്കും എൻ്റെ അന്വേഷണങ്ങൾ അറിയിക്കുക എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ പേര്, അതിന് താഴെ നിങ്ങളുടെ പേരും കൂടി എഴുതി കൊടുക്കുക. 12ാമത്തെ ബി ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്തെവിടെയും ഒരു ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു. ശാന്തിനികേതനത്തിന് അതിർത്തി നിർണയം ചെയ്യുന്ന ഭിത്തികളില്ല. ശാന്തിനികേതനം എന്ന പാഠഭാഗത്തിലെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിദ്യാലയങ്ങൾ വെറും ഒരു അറിവ് വിതരണ കേന്ദ്രമാകരുത്, പകരം അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കേന്ദ്രമാകണം. ടാഗോറിൻ്റെ വരികളാണ് ഇത്. മുകളിൽ നൽകിയ സൂചനകൾ വിശകലനം ചെയ്ത് വിദ്യാലയം എൻ്റെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഇവിടെ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹെഡ്ലൈൻ എന്താണ്? വിദ്യാലയം എൻ്റെ കാഴ്ചപ്പാടിൽ. അത് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ആദ്യം ആമുഖമാണ് എഴുതി കൊടുക്കേണ്ടത് അല്ലേ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തെയും സ്വഭാവത്തെയും രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന ഇടമാണ് വിദ്യാലയങ്ങൾ. അറിവ് നേടുന്നതിനപ്പുറം മാനവികതയുടെയും സ്നേഹത്തിൻ്റെയും വലിയൊരു ലോകമാണ് വിദ്യാലയം തുറന്നു തരേണ്ടത്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വിപ്ലവകരമായ വിദ്യാഭ്യാസ ചിന്തകളും അദ്ദേഹം സ്ഥാപിച്ച ശാന്തിനികേതനവും വിദ്യാലയങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ കാഴ്ചപ്പാട് നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു.
അതിനുശേഷം അടുത്ത പാരഗ്രാഫായിട്ട് ഇതെഴുതാം. ഇതിനകത്തെവിടെയും ഒരു ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു എന്ന വരികൾ ശാന്തിനികേതനത്തിൻ്റെ അന്തരീക്ഷത്തെ വ്യക്തമാക്കുന്നു. വിദ്യാലയങ്ങൾ മടുപ്പിക്കുന്ന തടവറകളാകരുത്, മറിച്ച് പ്രകൃതിയോടിണങ്ങി നിൽക്കുന്ന മനസ്സിന് ശാന്തിയും സ്വസ്ഥതയും നൽകുന്ന ഇടങ്ങളായിരിക്കണം. മതിലുകളാൽ അതിർത്തിരിക്കപ്പെടാത്ത ശാന്തിനികേതനം നമുക്ക് കാണിച്ചു തരുന്നത് അറിവിൻ്റെ ലോകത്തിന് അതിരുകളില്ല എന്നാണ്. പ്രകൃതിയുടെ മടിത്തട്ടിലിരുന്നു കൊണ്ടുള്ള പഠനം കുട്ടികളിൽ സ്വാഭാവികമായ ജിജ്ഞാസയും ചിന്താശേഷിയും വളർത്താൻ സഹായിക്കുന്നു. അടുത്ത പാരഗ്രാഫായിട്ട് നമുക്ക് എഴുതാം. ടാഗോറിൻ്റെ വാക്കുകൾ പ്രകാരം വിദ്യാലയങ്ങൾ വെറും ഒരു അറിവ് വിതരണ കേന്ദ്രമാകരുത്, പകരം അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കേന്ദ്രമാകണം. ഇന്നത്തെ മത്സരബുദ്ധിയുള്ള ലോകത്ത് പലപ്പോഴും മാർക്കുകൾക്കും റാങ്കുകൾക്കും മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ സഹജീവികളോട് കരുണ കാണിക്കാനും ഒത്തൊരുമയോടെ ജീവിക്കാനും പഠിപ്പിക്കുന്നതായിരിക്കണം യഥാർത്ഥ വിദ്യാഭ്യാസം. പരസ്പര സ്നേഹവും ലോക സാഹോദര്യവും കുട്ടികളിൽ വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ വിദ്യാഭ്യാസം പൂർണ്ണമാകുകയുള്ളൂ. അടുത്ത പാരഗ്രാഫായി നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് എഴുതി കൊടുക്കാം. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വിദ്യാലയം എന്നത് ഭയരഹിതമായി ചിന്തിക്കാനും സ്വതന്ത്രമായി സർഗാത്മകത പ്രകടിപ്പിക്കാനും കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഇടമായിരിക്കണം. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടുന്ന യന്ത്രങ്ങളെയല്ല, മറിച്ച് സമൂഹത്തിന് നന്മ ചെയ്യുന്ന നല്ലൊരു തലമുറയെയാണ് വിദ്യാലയങ്ങൾ വാർത്തെടുക്കേണ്ടത്. ഓരോ കുട്ടിയുടെയും ഉള്ളിലെ സവിശേഷമായ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാൻ അധ്യാപകർക്കും വിദ്യാലയ അന്തരീക്ഷത്തിനും സാധിക്കണം. ലാസ്റ്റ് പാരഗ്രാഫ് ഒരു ഉപസംഹാരം പോലെ നമുക്ക് എഴുതി കൊടുക്കാം. ചുരുക്കത്തിൽ, കേവലം 4 ചുവരുകൾക്കുള്ളിലെ പാഠപുസ്തക പഠനമല്ല വിദ്യാഭ്യാസം. ടാഗോർ വിഭാവനം ചെയ്തതുപോലെ പ്രകൃതിയുമായി അലിഞ്ഞു ചേർന്ന് സ്നേഹത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു വിദ്യാലയ അന്തരീക്ഷമാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം. അങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രമേ നാളത്തെ ലോകത്തെ നയിക്കുവാൻ പ്രാപ്തിയുള്ള ഉത്തമരായ പൗരന്മാർ ഉയർന്നു വരികയുള്ളൂ. എല്ലാവരും എക്സാമൊക്കെ നന്നായി എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.